ടീമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഈ പല പ്രാവശ്യം എന്നോട് ചുരിദാറിൻ്റെ കട്ടിങ്ങിനെ പറ്റി പലരും ചോദിക്കുമ്പോഴും നമ്മളോട് എല്ലാവരും ഈ ചൈനീസ് നെക്ക് വെട്ടുന്നതും അതിൻ്റെ കണക്കിനെ പറ്റിയും പല പ്രാവശ്യം ചോദിച്ചായിരുന്നു. ക്ലാസിക്കലായിട്ട് നമുക്ക് നോർമലിൽ ഒരു സൈസ് എത്രയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ റൗണ്ടൊക്കെ ഷേപ്പ് എടുക്കുന്നതും ഇവിടെ ഈ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഒട്ടും ചുളിവില്ലാതെ നമ്മൾ നിൽക്കണമെങ്കിൽ എത്രത്തോളം അളവെടുക്കണം? അപ്പം ഞങ്ങളൊക്കെ വെട്ടിക്കഴിയുമ്പം ചിലത് കൂടുതലും കുറവും ഒക്കെ വരും. അപ്പം രമ്യതയായിട്ട് നിന്നെങ്കിൽ മാത്രമല്ലേ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എന്നൊക്കെ പല പ്രാവശ്യം ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു അളവെടുക്കേണ്ട രീതിയും പിന്നെ ഇത് ഒരു 15 ഇഞ്ച് നെക്കിന് നമ്മൾ എത്രത്തോളം അളവ് വെക്കേണ്ടതെന്നും ആ 15 ഇഞ്ച് നെക്ക് വരുമ്പോൾ എത്രത്തോളം നമ്മൾ കൂടുതൽ വെക്കണം എന്നതിനെ പറ്റിയൊക്കെ ഒരു വിശദീകരിച്ച ഒരു ക്ലാസ് തരാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ചുരിദാറിൽ അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരികയും എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വെട്ടേണ്ടതെന്നും നമ്മൾ താഴോട്ട് വെട്ടുന്നതും സൈഡിലോട്ട് വെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കി തരാനും ബാക്ക് നെക്ക് വെട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാക്ക് നെക്ക് വെട്ടുന്നത് എന്നും നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ഡെമോ മാത്രമാണ് കാണിക്കുന്നത് എന്ന് പറയും. ഇപ്പം ഞാൻ ആദ്യമായിട്ടൊന്ന് സൂചിപ്പിക്കുന്നു, ഈ നെക്ക് നമ്മൾ ഒരാളുടെ നെക്ക് റൗണ്ട് എടുത്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ 13 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് കൂടുതൽ വെക്കുന്ന കാര്യം പ്രത്യേകം ഓർത്തോണം. കാരണം ഈ 1.5 ഇഞ്ചാണ് ഇവിടെ രണ്ടും ഇങ്ങനെ ഓവർലോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പടിയുടെ, അതായത് നമ്മളിങ്ങനെ പടി കൊടുക്കുന്നുണ്ട് ഓപ്പൺ, ഈ പടിയുടെ സെൻട്രലിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഈ നെക്ക് രണ്ടും ഇങ്ങനെ മുട്ടി നിൽക്കുന്നൊരു മോഡലുണ്ട്. ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കും, ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഈ പടി ഇങ്ങനെ കയറി നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് കൂട്ടി വെക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഇതിങ്ങനെ അകത്തോട്ട് കയറി നിൽക്കുന്ന മോഡലാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ചുറ്റളവിൽ നമ്മൾ 13 എടുക്കുകയാണെങ്കിൽ ഏതളവിനും 1.5 ഇഞ്ച് വെച്ച് കൂടുതൽ വെച്ചോണം. എങ്കിലേ ഉള്ളൂ നെക്ക് രണ്ടിടത്തും കയറി നിൽക്കുകയുള്ളൂ. ആ നെക്ക് കുറഞ്ഞു പോയാൽ ഈ ബാക്ക് പീസിലോട്ട് ഇതിങ്ങനെ പൊങ്ങി മറിയാനുള്ള സാധ്യതയുണ്ട്. അതാ കാര്യം ഓർത്ത് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു നെക്കും വെട്ടി കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് വെട്ടുന്നതെന്നുള്ള ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചുരിദാർ പീസ് നമ്മളിങ്ങനെ 2ആയിട്ടാണ് മടക്കിയിടുന്നത്. 2 പീസായിട്ട് മടക്കിയിടും. ഇങ്ങനൊരു പീസ് നമ്മൾ മടക്കിയിടുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇത് ചുരിദാറിന് ടോപ്പ് വെട്ടുന്നത്. ടോപ്പ് വെട്ടുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മടക്കിൻ്റെ എപ്പോഴും 1.5 ഇഞ്ച് ബാക്ക് പീസ് കയറ്റി വെട്ടാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. 1.5 ഇഞ്ച് ബാക്ക് പീസ് നമുക്ക് കയറി നിൽക്കണം. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടാൽ ഈ 1.5 ഇഞ്ച് ആദ്യം തള്ളിയിട്ട് ഫ്രണ്ട് പീസിൽ ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഈ 1.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇനി 1.5 ഇഞ്ച് 2ആയിട്ടാണ് ഇടുന്നെങ്കിൽ 1.5 ഇഞ്ച് നമുക്ക് കുറച്ചിട്ടാലും മതി. ഇട്ടിട്ട് നമ്മൾ സാധാരണ ചൈനീസ് നിക്കുള്ള ചുരിദാർ ടോപ്പിന് ഒരു കാരണവശാലും ഷോൾഡർ കുറയ്ക്കരുത്. ഷോൾഡർ എത്രയുണ്ടോ അത്രയും ഷോൾഡർ തന്നെ ഇടണം. കാരണം ഇവിടെ ഒട്ടി നിൽക്കുന്നതുകൊണ്ട് നെക്കിൻ്റെ ഈ ഭാഗത്ത് പിടുത്തം വരും. അതായത് ഇവിടെ നെക്കിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് പിടുത്തം വരുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മൾ പിടുത്തം വരുമ്പം ഈ ഷോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടം വലിയുമ്പം ഷോൾഡർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഫ്രണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗം, ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗമല്ല, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചുളിവ് വരും. ഈ ഒരു ഭാഗം ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും. അത് വരാതിരിക്കാൻ നമ്മൾ ഷോൾഡർ ഒരാളുടെ എത്രയുണ്ടോ അത്രയും തന്നെ ഇട്ട് നമുക്ക് ചൈനീസ് നെക്കിന് വെട്ടണം. അപ്പോൾ ഒരാൾക്കൊരു 14 ഇഞ്ചുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ മാർക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. 14 മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൈക്കുഴി എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ 14 ഇഞ്ച് നെക്കുള്ള ഇല്ല 15 ഇഞ്ചുള്ള ഒരാൾക്ക് 2.25 ഇവിടെ കൊടുക്കണം, 2.5 താഴെയും കൊടുക്കണം. ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ റൗണ്ട് വെട്ടിയെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ട് ഷോൾഡറിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുക്കുമല്ലോ ഇങ്ങനെ. എനിക്കതൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു കട്ട് പീസ് വെട്ടുന്നത്. ഷോൾഡറിൻ്റെ ഷേപ്പും കൊടുത്ത് നമ്മൾ
കൈക്കുഴി ഇങ്ങനെ വെട്ടുന്നു. നമ്മൾ കൈക്കുഴി വെട്ടുന്നു. കൈക്കുഴി ഇങ്ങനെ വെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഷോൾഡറിൻ്റെ ഈ മാർക്കിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കണം. വര കൊടുത്തിട്ട് ഷോൾഡർ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യണം. എത്രയാണ്? 15 ഇഞ്ചോ 14 ഇഞ്ചോ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൈക്കുഴിയും വെട്ടണം. അപ്പം ഇവിടെ 1.5 കൊടുത്താൽ ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യും. ഇവിടെ 1/2 ഇഞ്ച് കൊടുത്തിട്ട് 1.5 നമ്മൾ മേളിൽ മാർക്ക് ചെയ്യുമ്പം കൃത്യമായിട്ട് തന്നെ മേളിൽ ആ 1.5 കയറി നമുക്ക് ഷേപ്പ് കിട്ടും. ഇങ്ങനെ ബാക്ക് നെക്കും വെട്ടണം. ബാക്ക് നെക്ക് വെട്ടിയിട്ട് ഈ ബാക്ക് പീസ് ഇങ്ങനെ പിടിച്ച് ഈ ഷോൾഡറിൽ മാർക്ക് ചെയ്യണം. പിടിച്ചിട്ട് ഈ നെക്ക് മാർക്ക് ചെയ്യണം. ഇങ്ങനെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് മാക്സിമം ഒരു 1/2 ഇഞ്ച് കുറയുന്നല്ലേ. 1/2 ഇഞ്ച് കൂടുതൽ ഒട്ടും എടുത്തേക്കല്ല. 1/2 ഇഞ്ച് കൂടുതലെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ ഫ്രണ്ട് പീസ് പൊങ്ങിപ്പോകും. ഒരു കാരണവശാലും 1/2 ഇഞ്ച് എടുത്തേക്കല്ല. കണ്ടോ, ഇത്രയേ എടുക്കാവുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഷോൾഡർ പിടിക്കുമ്പോൾ ഈ ഭാഗം ലെവലായിട്ട് തന്നെ നിൽക്കണം. മനസ്സിലായോ? എന്നിട്ട് നെക്ക് അളക്കുന്ന ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് കൈക്കുഴി അളക്കുന്ന പോലെ തന്നെ നെക്ക് അളന്ന് നോക്കാം. ചൈനീസ് നെക്ക് വെട്ടുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം. കണ്ടോ എത്ര വന്നു? 3 ഇങ്ങോട്ട് കയറ്റി വെക്കണം തയ്യൽ തുമ്പ് തള്ളിയിട്ട്. ഇപ്പോൾ നമ്മൾ എത്ര വന്നു? കണ്ടോ 15 ഇഞ്ച് കൃത്യം തന്നെ വന്നാൽ കണ്ടോ 14.5 15 ഇഞ്ച് കറക്റ്റാണ്. നമ്മൾ ആ പിടിച്ച് വരുമ്പോൾ കറക്റ്റാണ്. ഒന്നും കൂടെ ഞാൻ അളക്കുന്നത് കാണിച്ചു തരാം. ഇതുണ്ട് ബാക്ക് പീസ് ഇങ്ങനെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് പതുക്കെ ഇങ്ങനെ പിടിക്കുന്നു. അങ്ങനെ 3 ഇഞ്ച് കാണിക്കുന്നു. ഈ 3 ഇഞ്ച് ഇവിടെ ഫ്രണ്ട് പീസിൻ്റെ തയ്യൽ തുമ്പിലോട്ട് ഈ 3 ഇഞ്ച് എടുത്ത് വെക്കണം. ഇങ്ങനെ ടേപ്പ് എടുത്ത് വെച്ചിട്ട് അത് പതുക്കെ ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് നമുക്ക് 7.5 വരുന്നുണ്ടോ? അങ്ങനെ വേണം നിങ്ങൾ ചൈനീസ് നെക്ക് വെട്ടാൻ. അപ്പം ഏകദേശം ഇതേ രീതിയിൽ വെട്ടിയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല. ഇനി നമ്മൾ 15 ഇഞ്ച് വെട്ടി. ഈ 15 ഇഞ്ച് വെട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചൈനീസിൻ്റെ നെക്ക് വെട്ടുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ ആദ്യം ഇങ്ങനെ വക്രം ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റാപ്ലെയറൊക്കെ അടിച്ചാൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ബാക്ക് നെക്കിന് എത്ര കൊടുത്തു? 3 ഇഞ്ച്. സ്ട്രെയിറ്റ് ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ സ്ട്രെയിറ്റായിട്ട് തന്നെ 3 ഇഞ്ച് മാർക്ക്. ഈ 3 ഇഞ്ചിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി. 2 ഇഞ്ച് വ്യത്യാസം വരെ നമ്മൾ ഈ ലൈനിൽ നിന്ന് ആയാലും കുഴപ്പമില്ല. 2 ഇഞ്ച് വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിച്ച് നോക്കണം 15 ഇഞ്ച് ഉണ്ടോ എന്ന്. കണ്ടോ കറക്റ്റ് 7.5 വരുന്നുണ്ടോ? 7.5. ഈ താഴെ നിന്ന് 2 ഇഞ്ച്. നിങ്ങൾക്ക് 2 ഇഞ്ച് അങ്ങനെ വെക്കാൻ ഒരു ഐഡിയ ഇല്ലെങ്കിൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലെവലായിട്ട് മടക്കിയിട്ട് ഒരു 2 ഇഞ്ച് ആദ്യം ഇവിടുന്ന് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി ഒരു വര കൊടുക്കുക. വര കൊടുത്തിട്ട് നമ്മൾ ബാക്ക് നെക്കിൽ അളന്ന ആ നെക്കിൻ്റെ അളവ് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ 3 ഇഞ്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഈ 2 ഇഞ്ച് മുട്ടിക്കണം. ആ 2 ഇഞ്ച് മുട്ടിച്ചതിന് ശേഷം നമ്മൾ നെക്കിന് എത്രയാണോ വീതി 1 ഇഞ്ച്. 1 ഇഞ്ച് വെട്ടിയാൽ എന്താണേലും 1 ഇഞ്ച് ഒരു പോയിൻറ്റും നമുക്ക് കിട്ടും. ഇതുണ്ട് ഇങ്ങനെ വെട്ടുക. 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് തന്നെ പോകണം. എന്നിട്ട് നമ്മൾ സ്ക്വയറിൽ തന്നെ വെട്ടുക. സ്ക്വയർ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് വേണോ സ്ക്വയർ വേണോ എന്ന് തീരുമാനിച്ചാൽ കണ്ടോ ഇങ്ങനെ വെട്ടുക. കട്ട് ചെയ്ത് കാണിച്ചു തരാം. നേരെ തന്നെ പോയി ഒരു നൂല് നേരെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഈ 2 ഇഞ്ച് കൊള്ളിച്ചിട്ട് അവിടുന്ന് തന്നെ നമ്മൾ 1 ഇഞ്ച് തള്ളി വെട്ടിയത് ഇങ്ങനെ വെട്ടി കൃത്യം നമുക്ക് കൂടിയും പോകത്തില്ല കുറഞ്ഞും പോകത്തില്ല. കണ്ടോ? ഇനി നിങ്ങൾക്ക് സംശയം തോന്നി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ നടന്നു നോക്കാം. കൃത്യം കണ്ടോ 15 വരുന്നേ 7.5 ഇഞ്ച് കൃത്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വേണം. ഇനി നമുക്ക് നൂർത്ത് നോക്കാം ഷേപ്പ് എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ
കൃത്യം റൗണ്ട് ഷേപ്പിൽ തന്നെ നിൽക്കുന്നുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളിത് ചൈനീസ് നെക്ക് വെട്ടുകയും തയ്ക്കുകയും ചെയ്യാൻ. അപ്പം എല്ലാവർക്കും ചൈനീസ് നെക്കിൻ്റെ ഒരു സംശയം മാറി എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വെട്ടി നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കുക. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് പഠിച്ച് നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ടൈലറാക്കി മാറാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സമയം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓരോരോ ഐഡിയകൾ തരുവാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയം തോന്നിയെങ്കിൽ അത് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതും സ്ഥിരീകരിച്ച് തരാം കേട്ടോ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക്